എല്ലാവരും കൂടിയിട്ട് അനുമോളെ ഒറ്റപ്പെടുത്തി വല്ലാത്തൊരവസ്ഥയായിട്ടാണ് കണ്ടത്. എൻ്റെ മനസ്സിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അനുമോളല്ലെങ്കിൽ അനീഷ് ഫസ്റ്റ് അടിച്ച് കപ്പും കൊണ്ട് പോകണം. രണ്ടാളെയും ഇഷ്ടം പോലെ അവിടെയുള്ള ആൾക്കാർ ചവിട്ടി കുത്തുന്നുണ്ട്. കളിയുടെ ഭാഗമായാലും ഗെയിമിൻ്റെ ഭാഗമായാലും എന്തായാലും ഒരു പരിധിയില്ലേ. അവർ പറയുന്നതൊക്കെ ശരിയും അനുമോള് പറയുന്നത് തെറ്റും അല്ലേ? നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ കാണികൾക്ക് വല്ലാത്ത വെറുപ്പും ദേഷ്യം തോന്നുന്ന ഓരോ കുട്ടികളോട്. അതിലേക്ക് എന്തുട്ട് ചൊറിയുന്നവള്, അവളെ എന്തുട്ട പറഞ്ഞുകൊണ്ടിരിക്കുന്നവള്. ഈ അമ്മായിമ്മ പോര് പോലെയല്ല പെൺകുട്ടി പെരുമാറുന്നത്. എങ്ങനെ വിറ്റങ്ങളൊക്കെ വീട്ടിൽ വെച്ച് വെറുപ്പിക്കുക. എപ്പോഴും ഇങ്ങനെ നമ്മൾക്ക് തന്നെ ഒരു ഇറിറ്റേഷൻ തോന്നുക. ഈ ആവശ്യമില്ലാത്ത അനാവശ്യ കാര്യങ്ങൾ ഇങ്ങനെ ഒരാളെ പറ്റിയിട്ട് ഇങ്ങനെ തോണ്ടിയും തുളച്ചും. ഈ പ്രായത്തിലേക്ക് ഇങ്ങനെയുള്ള കുട്ടികളുണ്ടല്ലോ എന്ന് ആലോചിക്കും ഞാൻ. ഇതൊക്കെ അവനവൻ്റെ ജന്മനാ കിട്ടുന്ന കാര്യങ്ങളാണ് കേട്ടോ. അല്ലാണ്ട് ഇപ്പോൾ അവിടെ വന്നോട് കൊണ്ടുണ്ടാവുന്ന കാര്യമില്ല. അവർ മൊത്തത്തിലുള്ള സ്വഭാവങ്ങളാണ്. അല്ലാണ്ട് ഇപ്പോൾ അനുമോള് ഒരാളെ കുറ്റം പറയുന്നതിലൊന്നുമില്ല. അവളെ പാടായിട്ട് കളിക്കണേ, നല്ലത് ചെയ്യുന്നത്. എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിക്കാമെന്നുള്ളൂ അല്ലേ? ഒരു മനുഷ്യനെ കുത്തി നോവിക്കുന്നതിൽ ഒരു പരിധിയില്ലേ? നമുക്കൊന്നും അവിടെ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥ നമുക്കത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നാം, അയ്യോ എങ്ങനെ ആ കുട്ടി പിടിച്ചു നിൽക്കുന്നത്. ഒരുപാട് അനീഷിനെയും ഒരുപാട് ചവിട്ടി കുത്തിൻ്റെ എല്ലാവരും അവൻ പറഞ്ഞു കണ്ടുവേർപ്പിച്ചിട്ട് അങ്ങനെ കുറേ പറഞ്ഞിട്ട് അവനെ കുറേ ഇതാക്കിയിട്ടുണ്ട്. ഷാനവാസൊക്കെ വളരെ മോശമായി. ഷാനവാസ് അന്ന് വയ്യാണ്ടായി പോയപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചു അവന് വേണ്ടിയിട്ട്. പക്ഷേ ഷാനവാസും സത്യത്തിൻ്റെ നിലയ്ക്കല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. എവിടെയാ നെഗറ്റീവ് കാണുന്നത്? അതിനൊന്നും കൂടി വേർപ്പിച്ച് അവൻ്റെ പോലെ തന്നെ, അക്ബറിൻ്റെ പോലെ തന്നെ നമുക്ക് അവരോടുള്ള താല്പര്യം വരെ നഷ്ടപ്പെടുകയും ചെയ്യുന്നത്. അതിലെത്രയും വേഗം ഔട്ടായി കഴിഞ്ഞാൽ അത്രയും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ജയിക്കണമെങ്കിൽ അനുമോൾ അല്ലെങ്കിൽ അനീഷ്, അവർക്ക് രണ്ടാൾക്കും കപ്പ് കിട്ടണം. മറ്റുള്ളവരോട് നമുക്ക് മാനസികമായിട്ട് കളിയുടെ ഭാഗമാണെങ്കിലും എന്തിൻ്റെ ഭാഗമായാലും വെറുപ്പിക്കുന്നതിൻ്റെ ഒരു പരിധിയില്ലേ? പിന്നെ ഓരോരുത്തരും തല്ലുകൂടാൻ തമ്മിൽ മൂച്ച് കയറ്റുക. എന്ത് കളിയത് കളിച്ച് കൂട്ടണത്? 7ാമത്തെ ബിഗ് ബോസ് എന്തായാലും ഒരു കാലത്തും മറക്കില്ലേ. നമുക്ക് എത്ര രസകരമായ കാര്യങ്ങളും നമ്മൾ ഓരോ ബിഗ് ബോസ് കാണുമ്പോഴും കണ്ടുകൊണ്ടിരുന്നപ്പോഴും നമുക്ക് തോന്നിൻ്റെ മനസ്സിൽ നാളെ ഒന്ന് നേരം വെളുത്തോട്ടെ, നമുക്കൊന്ന് ബിഗ് ബോസ് എത്ര മണി 9:30 ആകുമ്പോഴേക്കും കാണാൻ നല്ല സന്തോഷം അല്ലേ? അവരുടെ സന്തോഷം, അർജുനും സീതുങ്ങളും അതുപോലെ ദിൽഷയും റോബിനും അതുപോലെ പേടിമാണിയും സേനിയും, അയ്യോ അതൊക്കെ ഒരു രസമായിരുന്നു. എന്താണ് ഈ അടുക്കള തല്ലും ഭക്ഷണത്തിൻ്റെ തല്ലും അല്ലാണ്ട് ഒന്നുമില്ല ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിൽ. പരദൂഷണവും അയ്യോ പറയാണ്ടിരിക്കുക ഭേദം. എന്തായാലും അനുമോളും അനീഷും കപ്പടിച്ച് പോട്ടെ.